ഇനി ഈ ഒരു പറയപ്പെട്ട ദിക്ർ പൂർണ്ണമായിട്ട് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനം പറഞ്ഞ അതിലൂടെ നമുക്ക് അല്ലാഹു ഒരുപാട് ഗുണങ്ങളും നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനൊക്കെ കാരണമാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും കണ്ണാടി നോക്കുന്ന ആളുകളാണ്. നമ്മുടെ മുഖത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ എല്ലാം വൃത്തിയാക്കുന്നതിനും സൗന്ദര്യം രൂപപ്പെടുത്തുന്നതിനും വേണ്ടി നാം എല്ലാ ആളുകളും കണ്ണാടിയിലേക്ക് നോക്കുന്ന ആളുകളാണ്. ഈ കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ചൊല്ലേണ്ട ദിക്റുകൾ ഇൻഷാ അല്ലാഹ് പറയാം. അതിന് തൊട്ട് മുൻപ് നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. കാരണം ഇത്ര നല്ല രൂപത്തിൽ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അതിനെ അള്ളാഹുവിനെ നാം സ്തുതിക്കേണ്ടതുണ്ട്. തുടർന്ന് വരുന്ന ദിക്റിലും അതുതന്നെയാണ് പറയുന്നത്. എന്താണ് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നാം ചൊല്ലേണ്ട ദിക്ർ? അൽഹംദുലില്ലാഹില്ലദി സവ്വാ ഖൽഖി ഫഅദല വസവ്വറ സൂറത വജ്ഹി ഫഹസ്സനഹ വജഅലനി മിനൽ മുസ്ലിമീൻ അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുൽഖി. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചില മഹാന്മാർ പറയുന്നത് അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി എന്നാണ്. ഈ ഒരു ദിക്ർ പൂർണ്ണമായി ചൊല്ലാൻ പറ്റിയാൽ അത് ഏറെ ഗുണകരമാണ്. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമ്മെ നന്നാക്കിയ, നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ സൃഷ്ടിപ്പിൻ്റെയും ഘടനയെ നന്നാക്കിയ അള്ളാഹുവിനെ നാം സ്തുതിക്കുന്നു. അള്ളാഹുവെ, നീ എൻ്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി, അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവവും നന്നാക്കണേ എന്ന ദുആ ആണ് അവിടെ വെച്ച് നാം ദിക്റായി ചൊല്ലുന്നത്. ഇനി ഈ ഒരു പറയപ്പെട്ട ദിക്ർ പൂർണ്ണമായിട്ട് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനം പറഞ്ഞ അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഹസ്സിൻ ഖുൽഖി എന്ന ആ ഭാഗമെങ്കിലും നാം ഓരോരുത്തരും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കണം. അതിലൂടെ നമുക്ക് അല്ലാഹു ഒരുപാട് ഗുണങ്ങളും നമ്മുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനൊക്കെ കാരണമാകും. അല്ലാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.